നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതായാലും ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഒടുവിൽ ഇന്നലെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഇതിനോടകം കണ്ടു കാണും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പല സർക്കാരിന് നേരിട്ടുള്ള ക്ഷണപ്രകാരം ഒരുപാട് അതിഥികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ പലരും ഇത് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങളും അതുപോലെ തന്നെ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും സർക്കാർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഈ പറയുന്ന പ്രചാരണങ്ങളൊക്കെ തന്നെ ചുമ്മാതാണ്, ആളുകൾ അത് വെറുതെ പറഞ്ഞു പരത്തുന്നതാണ്. എന്താണോ സർക്കാർ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ സർക്കാർ ക്ഷണിച്ചിട്ടുള്ള എല്ലാ അതിഥികളും ഇന്നലെ ശബരിമലയിൽ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറിയാണ് ആ വാക്കുകൾ അത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് ഇപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ ഒരു നിലപാട്? എന്താ അദ്ദേഹം പറഞ്ഞത്? പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ഭയങ്കര വിവാദം മീൻസ് ഒരു പരിഹാസം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് വിമർശനങ്ങൾക്കിടയിലും അയ്യപ്പ സംഗമം ആഗോള വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ 3000 പേർ പങ്കെടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷെ 4600ഓളം പേർ പങ്കെടുത്തുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതായത് ക്ഷണിച്ചതിനൊക്കെ കൂടുതൽ, ഒരു 1000-1500 കൂടുതൽ ആളുകൾ വന്നുവെന്ന് അവർ പറയുന്നു. പക്ഷെ മറിച്ചുള്ളതല്ല, അത് പരാജയമാണ്. ഇപ്പൊ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഇത് വൻ പരാജയമായിരുന്നു എന്ന് പറയുണ്ടായി. അങ്ങനത്തുള്ള പ്രചാരണമൊക്കെ കള്ളപ്രചാരണമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിവാദമായതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഴിഞ്ഞ കസേരകൾ, അതായത് ഈ പാർട്ടി സംഗമത്തിന് ആളില്ലായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒഴിഞ്ഞ കസേരകളെ കാണിച്ച് ചില ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനോട് പ്രതികരിച്ചതാണ് അദ്ദേഹം. അതായത് ആ ഉപയോഗിച്ചും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാമല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു കാലമാണല്ലോ അല്ലേ? കാരണം ഇപ്പൊ എല്ലാവരും ഒരുവിധ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മളടക്കം നമ്മുടെ ഓരോ ചിത്രങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കള്ളപ്രചാരകർ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം, ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗമം പരാജയം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പ്രചാരണം, മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. അത് ശുദ്ധ അസംബന്ധം പറയാണ്, കളവ് പ്രചരിപ്പിക്കുകയാണ്, നാണവും മാനവും വേണ്ടേ ഇങ്ങനെ പറയുന്നവർക്ക് എന്നൊക്കെ പാർട്ടി സെക്രട്ടറി ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും സർക്കാർ അവകാശപ്പെടുന്നത് ഒരു വമ്പൻ വിജയം എന്ന് തന്നെയാണ്. പക്ഷെ അതിന് വിജയം എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത്, അതായത് ഇങ്ങനെ ഇത് പിണറായി വിജയന്റെ ഒരു കപട ഭക്തിയാണ് എന്ന് അവർ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഈ ഭക്തർക്ക് അവിടേക്ക് വരാനുള്ള ചില സൗകര്യങ്ങൾ അത് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത്, അത് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായി തുടങ്ങി. അപ്പോൾ എന്തായാലും ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ആഗോള സംഗമത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 18-അംഗ സമിതിയൊക്കെ രൂപീകരിച്ച് ആ ആവശ്യങ്ങളും മേലൊരു നടപടി എടുക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവനും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ്, എങ്ങനെയാണ് ശബരിമല അത് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം പോസിറ്റീവായിട്ട് എങ്ങനെ ഉണ്ടാകും എന്നതൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്. അതേസമയം തന്നെ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കുന്നത്, കഴിഞ്ഞ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് ആ ഒരു 2 ആഴ്ചയായിട്ട് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് ചെന്നൈയിലോട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അത്തരത്തിൽ ഇത്രയും കിലോ കണക്കിന് ഭാരമുള്ള ഒരു സ്വർണത്തിന്റെ ഈ ശില്പങ്ങൾ അത് കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് അത് കോടതിയുടെ ഒരു സാന്നിധ്യത്തിലാവണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളതാണ്. പക്ഷെ അത് കോടതിയിലൊന്നും അറിയിച്ചിട്ടില്ല. അതിന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് അത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമായിരുന്നു. പക്ഷെ വലിയ രീതിയിൽ അത് വിമർശനമായപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു. കോടതി പറഞ്ഞ എത്രയും വേഗം തന്നെ അത് ശബരിമലയിൽ എത്തിക്കണം. അത് ചെന്നൈയിലോട്ടായിരുന്നു അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും ഇന്നലെ ആഗോള അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞു. 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഇപ്പോൾ ആ ദ്വാരപാലകരുടെ കിലോ കണക്കിന് ഭാരമുള്ള സ്വർണം ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ശബരിമലയിലുള്ള സ്ട്രോങ് റൂമിലാണ്. അത് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണല്ലോ. അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് റൂമിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് നിന്നായിരിക്കില്ല. പക്ഷെ അത് ഇനി അതവിടെ വെക്കണമെങ്കിൽ കോടതിയുടെ ഒരു പരിഗണന അല്ലെങ്കിൽ കോടതിയുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു മാറ്റം കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കഴിഞ്ഞ
ഇനിയിപ്പോൾ ശബരിമലയിൽ മുഖ്യനൊക്കെ എത്തിയതിന് ശേഷം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതുണ്ട്. ഇതിപ്പോൾ അതും ഇതായിട്ട് കൂട്ടി വായിക്കാൻ പറ്റിയില്ല എങ്കിലും എന്നിരുന്നാലും 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു സ്വർണം ഇപ്പോൾ ശബരിമലയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു ഇതിന് മുൻപൊരു വിവാദം വന്നിരുന്നു. അന്ന് ഇതുപോലെ കൊണ്ടുപോയപ്പോൾ മുൻപ് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2019 ഇത്തരത്തിൽ സ്വർണം പൂശാനായിട്ട് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷെ അന്ന് തിരികെ കൊണ്ടുവന്നപ്പോൾ അത് ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വർണത്തിന്റെ ഇവിടുന്ന് കൊണ്ടുപോയ തൂക്കമല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കോടതി അത് പരിശോധിക്കും, എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം അങ്ങനെ സംഭവിച്ചത്. ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ ശബരിമലയിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നൊരു വിമർശനം ശക്തമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും ഒരുപാട് സംഭവങ്ങൾ അല്ലേ, അതായത് സ്ത്രീ പ്രവേശനമടക്കം വലിയ, അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ, അതൊക്കെ ഏറ്റവും ഒടുവിലത്തെ സ്ത്രീ പ്രവേശനമൊക്കെ ഏറ്റവും കൂടുതൽ കേരളം വളരെ ആളിക്കത്തിയ ഒരു വിഷയം തന്നെയാണ്. സർക്കാരിന് ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചതും അവിടെ തന്നെയായിരുന്നു. കോടതി വിധി നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതെല്ലാം പക്ഷെ ഭക്തര് പാർട്ടിയെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയൊരു തിരിച്ചടിയായി എന്ന് സർക്കാരിന് തന്നെ ബോധ്യമായി. അപ്പൊ അതെല്ലാം ഒന്ന് ടാലി ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാണ്. എന്തായാലും ഈ ഭക്തർ എങ്ങനെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഒരു വശത്തുണ്ട് എങ്കിൽ പോലും അത് ഇനി എങ്ങനെ യഥാർത്ഥ ഭക്തർ അതിനെ എങ്ങനെ എടുക്കുന്നു, അത് പോസിറ്റീവാണോ സർക്കാരിന് നെഗറ്റീവായിട്ട് മാറുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും അല്ലേ, അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അതിനിടെ മന്ത്രി VN വാസവൻ അത് കൃത്യമായിട്ട് എത്ര ആളുകളാണ് ഇന്നലെ അവിടെ പങ്കെടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അവിടെ 4126 പേരാണ് ആഗോള സംഗമത്തിൽ മുഴുവനായിട്ട് പങ്കെടുത്തത്. 4126 ആൾക്കാർ. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് 2125 ആളുകളോളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 182 പേര് എത്തിയിട്ടുണ്ട്. ആകെ 15 രാജ്യങ്ങളിൽ നിന്നും 14 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. ഏതായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ 3000 ആളുകൾക്കുള്ള സൗകര്യം അല്ലെങ്കിൽ അത്ര ആൾക്കാരെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിലുപരി ആളുകൾ 4126ഓളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്നാണ്. മാത്രമല്ല വിശ്വാസികൾ അതിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസികൾ വിശ്വാസം നടിച്ചാൽ ദൈവം പോലും അതിനെ അംഗീകരിക്കില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ഈ ആഗോള സംഗമം എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം, ശബരിമല ഒരിക്കലും ടൂറിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അവിടെ പോകുന്നവർ തന്നെ വ്രതം എടുത്താണ് പോകേണ്ടത്, അങ്ങനത്തെ ഒരു പരാമർശമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അത് കപടഭക്തിയാണ്, പിണറായി വിജയന്റെ കപടഭക്തിയാണ് കഴിഞ്ഞ ദിവസം അവിടെ വെളിവായത് എന്നടക്കമുള്ളൊരു വിമർശനവും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു കപടഭക്തിയാണ് കഴിഞ്ഞത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ശ്ലോകമൊക്കെ ചൊല്ലുകയുണ്ടായി അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു അദ്ദേഹം അവിടെ പോകുമ്പോഴേ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എങ്ങാനും കൈ കൂപ്പുമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണല്ലോ. അപ്പൊ ശബരിമലയിൽ അയ്യപ്പന്മാർക്കായിട്ട് ഇത്തരത്തിലൊരു പരിപാടി എന്നൊക്കെ പറയുന്നതും CPM ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അദ്ദേഹം വിളക്ക് ആരെങ്കിലും മറ്റുള്ളവർ കൊളത്തുമ്പോൾ അദ്ദേഹം ഒന്ന് ഇങ്ങനെ കൈ കൂപ്പുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര എല്ലാവരും ഒരു കമന്റുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു, അങ്ങനെ സംഭവിക്കുമോ ശബരിമലയിൽ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വളരെ രസകരമായൊരു പ്രതികരണമായിരുന്നു ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. നേരത്തെ ഈ ഒരു അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് അയ്യപ്പ ശാപമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല അവർകളോട് ഒരു ജോത്സ്യൻ പറഞ്ഞു എന്തെങ്കിലും പ്രതികാരക്രിയ ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന രീതിയിലൊരു പ്രതികരണം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല BJPയും കോൺഗ്രസും ഒക്കെ അവർക്കത്ര രസിച്ചിട്ടില്ല ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം. ഇനി അവരുടെ ഒരു ഭയം എന്ന് പറയുന്നത് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈ CPMനെ കൈവിട്ട ഭക്തര് അവർ വീണ്ടും ചേർത്ത് പിടിക്കുമോ എന്ന ഒരു പേടിയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അപ്പൊ നമ്മുടെ പക്ഷേ ഇതിനിടയിൽ യോഗി ആദിത്യനാഥ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ആശംസ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ അതിനുള്ള ലക്ഷ്യം കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് പ്രസംഗിക്കുമ്പോൾ VN വാസവനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹം ആശംസ അറിയിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കോൺഗ്രസ് ഒരു ആയുധമാക്കുന്നുണ്ട്. കാരണം ഇവിടെ BJP ക്ഷണിച്ചിട്ട് അവരൊന്നും പോയിട്ടില്ല, പക്ഷെ അവിടെ നിന്ന് യോഗി ആദിത്യനാഥിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിൽ കൂടി വാക്കുകളിലൂടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് BJPയും CPM തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കോൺഗ്രസ് ഒരു ആയുധം
ആയുധമാക്കി എടുക്കുന്നുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിലെന്ന് അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും സർക്കാർ അവകാശപ്പെടുന്നു വൻ വിജയമാണ്, പക്ഷെ പ്രതിപക്ഷം പറയുന്നു വൻ പരാജയമാണെന്ന്. അപ്പോൾ എന്തായാലും വിജയമാണോ പരാജയമാണോ എന്ന് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സംഗമം അവസാനിച്ച് ഒറ്റ ദിവസം നീണ്ടുനിന്ന സംഗമം വളരെ മനോഹരമായിട്ട് മറ്റ് വിവാദങ്ങൾക്കൊന്നും അല്ലേ ഇത്തരത്തിൽ ഈ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല അതിന്റെ വിജയവും പരാജയവും ഒന്നും. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇവിടെ ഒരു വിമർശനങ്ങൾ നിലവിൽ ആൾക്കാർ എത്രത്തോളം ആൾക്കാർ വന്നു വന്നില്ല എന്നതിന് ചൊല്ലിയാണ്. എന്തായാലും അവിടെ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ആണെങ്കിലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സാധാരണ ഇങ്ങനെയൊക്കെ അവിടെ പോയിട്ട് എല്ലാവരും അതായിരുന്നു ഏറെ ഉറ്റുനോക്കിയിരുന്നു. ഏതെങ്കിലും രീതിയിൽ അവിടെ വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ അവരെ അല്ലെങ്കിൽ ശബരിമലയെ എന്തെങ്കിലും പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർ പക്ഷെ അത് വലിയൊരു വിവാദമായ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്നൊരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രചരണം വരുന്ന ആൾക്കാരുണ്ടോ, ഇത്ര ആൾക്കാർ വന്നെന്ന് പറയുന്നു അത്ര ആൾക്കാർ വന്നില്ലെന്ന് പറയാതെ ആ ഒരു തർക്കം മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത് ഈ പ്രത്യക്ഷ നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ജയമാണോ പരാജയമാണെന്ന്. പക്ഷെ ആ കാര്യത്തിൽ മാത്രമേ ഒരു പ്രതികരണങ്ങൾ വരുന്നുള്ളൂ. അല്ലാതെ പറയത്തക്ക രീതിയിൽ യാതൊരു കുറ്റമോ മോശമോ ഇപ്പോൾ വാക്കിൽ നിന്ന് പോലും ആർക്കും ഒരു പിഴവ് കഴിഞ്ഞ ദിവസത്തെ സംഗമത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത് പറഞ്ഞു എന്ന രീതിക്ക് ഒരു വിമർശനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നുമേ ഉണ്ടായിട്ടില്ല. ഒരു വീഴ്ചയോ അല്ലെങ്കിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് കാണിക്കാനോ ഒന്നും തന്നെ നിലവിൽ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇനി അതിന്റെ വിജയം പരാജയം അത് രണ്ടുപേർക്കും ഞങ്ങൾക്ക് വിജയിച്ചെന്ന് സർക്കാരും പറയാം, പരാജയമാണെന്ന് പ്രതിപക്ഷത്തിനും പറയാം. നിലവിൽ അങ്ങനെയാണ് കാര്യങ്ങളായിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കാണാം എന്തായിരിക്കും ഇതിന്റെ ഒരു എന്താ പറയാ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ജനം ഇത് എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ജനം എന്നതിലുപരി ഭക്തർ എങ്ങനെ അങ്ങ് നോക്കാം. അതൊക്കെ തന്നെ നമുക്ക് വോട്ടുകളിലൂടെ നമ്മുടെ പിണറായി സർക്കാരിന് ഒരു മൂന്നാം പിണറായി സർക്കാരിന് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.